ഡോക്ടർ ബി അശോകിനെ മൂന്നാം തവണ ഈ വർഷം സ്ഥലം മാറ്റുന്നത്. സാർ ഇതിന് മുന്നേ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇനിയും ഇങ്ങനത്തെ അപ്രീസിയേഷൻ ലഭിക്കും എന്നുള്ളത്. ഇപ്പോഴത്തെ സ്ഥലം മാറ്റത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഷിബിലി അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റായിട്ട് എടുക്കരുത്. ഇതുപോലെയുള്ള ഉപഹാരങ്ങൾ പുരസ്കാരങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ഇന്നലെ രാത്രി ഗവൺമെൻറ് ഏതാണ്ട് ഓഫീസ് ടൈം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയേക്കുന്നത്, ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, P&ARD എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് സ്ഥലമാറ്റം നടത്തിയേക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ആ വീഡിയോ വിശദമായി കാണുന്നവർ ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റും കൊടുത്തിട്ടുണ്ടാവും. അത് രണ്ടും നിങ്ങളെടുത്ത് നോക്കണം. അതിൽ നമ്മൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ഇദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ KSEBയിൽ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇരുന്നിരുന്നു. അന്നേരം ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന തിക്തഫലങ്ങളൊക്കെ നമുക്കറിയാം. ഏതാണ്ട് അത് ലാഭത്തിലായി പോകുമോ നന്നായി പോകുമോ എന്ന് പേടിച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ കൃഷ്ണൻകുട്ടി മന്ത്രിയൊക്കെ അദ്ദേഹത്തിന് ഒപ്പം നിന്നിട്ട് പോലും യൂണിയൻകാരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി യൂണിയൻ ഒരു സെക്രട്ടറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ ചെയർമാൻ്റെ ചെറിയ കയറിയൊക്കെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ലാസ്റ്റ് ഏറ്റവും അവസാനം ഇദ്ദേഹത്തെ ഉന്തി തള്ളി പുറത്താക്കിയിട്ട് അദ്ദേഹം വന്നത് കൃഷി വകുപ്പിലേക്കാണ്. അപ്പോൾ കൃഷി വകുപ്പിൽ അദ്ദേഹം 3 തസ്തികകൾ ഒരേപോലെ ഹാൻഡിൽ ചെയ്യായിരുന്നു. ഒന്ന് കാർഷികോൽപാദന കമ്മീഷണറായിട്ടും അതുപോലെ കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടും പിന്നെ നമുക്കെല്ലാം അറിയുന്ന പോലെ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടും. ആ കാർഷിക സർവകലാശാലയിൽ 15-16 കൊല്ലം കഴിഞ്ഞ് 18 കൊല്ലം കഴിഞ്ഞ് ഫീസ് കൂട്ടി എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ എത്തപ്പൈക്കാരൊക്കെ കൂടി എന്ത് ചെയ്തത്, ശിവപ്രസാദിൻ്റെ നേതൃത്വത്തിൽ മറ്റേ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും അതിനുശേഷം എന്ത് ചെയ്തത്, മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വന്നിറങ്ങുമ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ സമരം ചെയ്ത്. കാരണം ആ സമരം ചെയ്യുന്നതിന് പിന്നിലൊരു കാര്യമുണ്ട്. ആദ്യം ഇദ്ദേഹത്തെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷിബിലി ആദ്യം ഇദ്ദേഹത്തെ ഒരു തദ്ദേശ സ്വയംഭരണ പരിഷ്കാര വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ആ വകുപ്പിലേക്ക് സ്ഥലം മാറ്റി. ആ വകുപ്പിൽ ഉദ്യോഗസ്ഥരില്ല, മറ്റേ ഒരു സാധനമില്ല, ഒന്നുമില്ല. തദ്ദേശ സ്വയംഭരണം പരിഷ്കരിക്കാനുള്ള ഏതാണ്ട് ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയപ്പോൾ അദ്ദേഹം അതിനെതിരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഒരു ബെഞ്ച് എറണാകുളത്തുണ്ട്. ആ എറണാകുളത്ത് വന്നിട്ട് അദ്ദേഹം ആ നിയമനത്തിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കേസ് ഫയൽ ചെയ്തു. അദ്ദേഹത്തിന് സ്റ്റേ കിട്ടി. അദ്ദേഹം അങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ സ്റ്റേ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതിനിടയിൽ അദ്ദേഹത്തെ പിന്നീട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ KTDFC എന്ന് പറയുന്ന കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു തരികിട സ്ഥാപനമുണ്ട്. അത് പബ്ലിക്കിൽ നിന്നും പൊതുവായിട്ട് ആളുകളിൽ നിന്നൊക്കെ പണം മേടിക്കാം, എന്നിട്ട് കുറഞ്ഞ ഇൻട്രസ്റ്റിന് പലിശക്ക് കൊടുക്കാം. ആ പലിശയൊന്നും കിട്ടൂല. ലാസ്റ്റ് എന്ത് ചെയ്യും, അതാകെ വെള്ളത്തിലയക്കുന്ന സ്ഥാപനമാണ്. അവിടെയൊന്നും B. അശോകിനെ പോലൊരു വലിയ IAS ഉദ്യോഗസ്ഥനെയോ കഴിവുള്ള മിടുക്കനായിട്ടുള്ള ഒരാളെയൊന്നും വെക്കേണ്ട ഒരാവശ്യമില്ല. ആ ആവശ്യമില്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. എവിടെ ഈ ഓണം വെക്കേഷൻ്റെ സമയത്ത് നിങ്ങളറിയണം, ഓണം വെക്കേഷൻ ഇദ്ദേഹത്തിന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ എറണാകുളത്തുള്ള ബെഞ്ചിൽ കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് തോന്നിയുകൊണ്ട് എന്ത് ചെയ്തു, കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രമല്ല അപമാനിക്കാവുന്ന മഹാകാര്യങ്ങൾ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പുള്ളി വരുന്നു നോക്കുമ്പോൾ കാണുന്നത് ടിങ്കു ബിസ്വാൾ എന്ത് ചെയ്യുന്നതാണ്, കസേര കയറി ഇരിക്കുന്നതാണ്. എന്നാൽ ടിങ്കു ബിസ്വാളിനോട് ജയലളിതയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ജയലളിതയാണ് ചീഫ് സെക്രട്ടറി, അദ്ദേഹവും ഗോപാലകൃഷ്ണനും ഒക്കെ ഒത്തുകൊണ്ടാണ് ഈ അശോകിനെതിരെയും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ പ്രശാന്തിനൊക്കെ എതിരെ എന്ത് ചെയ്തിട്ടുള്ളത്, പല പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടത്. പ്രശാന്ത് സന്തോഷമായിട്ട് പകുതി ശമ്പളവും മേടിച്ച് വീട്ടിലിരുന്ന് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാണ്. അതല്ലെങ്കിൽ തന്നെ പ്രശാന്ത് ഈ പറയുന്ന പോലെ സിനിമയൊക്കെ നന്നായി കാണുന്ന, സിനിമയോടൊക്കെ വല്ല അഭിമാനമുള്ള ഒരാളാണ്. അതുകൊണ്ട് പ്രശാന്ത് എന്ത് ചെയ്യുക വെച്ചാൽ സിനിമയിലെ കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും എഴുതാറുള്ളത്. അപ്പോൾ അതുപോലെ കോമഡി ആയിട്ട് രസകരമായിട്ടൊക്കെയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിക്കുന്നു. അതിൻ്റെ പ്രീ ബുക്ക് ഓർഡറൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റേ നടന്ന് അത് കോടതി ട്രിബ്യൂണൽ ഇന്ന് പരിഗണിക്കുകയാണ്. ഈ നമ്മളിന്ന് വീഡിയോ എടുക്കുന്ന ദിവസം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ താൽക്കാലിക സ്റ്റേ ആണ് മറ്റേ KTDFCയിലെ നിയമനത്തിന് കൊടുത്തിരുന്നത്. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് ഇന്നലെ രാത്രി ആ സ്റ്റേ കൊടുക്കേണ്ടായ കാര്യം ആ KTDFC എന്ന് പറയുന്ന ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് ഇരിക്കേണ്ട ഒരു പോസ്റ്റാണ്. ഇവർ അമ്പലത്തിനേക്കാൾ വലിയ പ്രതിഷ്ഠ ഉണ്ടാക്കി ആ ജൂനിയറിനെ നേരെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലേക്ക് ഉയർത്തിയിട്ടാണ് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് പരിശ്രമിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഇത് ഷിബിലി അറിയേണ്ടത് ഇപ്പം ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ P&ARD എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയേക്കാണ്.
ഈ ലാസ്റ്റത്തെ ഇപ്പോൾ 2 മാറ്റവും എന്താണെന്നുള്ള കാര്യവും കൂടി ജനങ്ങൾ അറിയണം. അതായത് കേര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇദ്ദേഹം കൊണ്ടുവന്നു. അത് 2365 കോടി രൂപയുടെ പദ്ധതിയാണ്. നമ്മൾ കഴിഞ്ഞവണ്ണം അത് വേഗമായിട്ട് അങ്ങ് പറഞ്ഞു പോയുള്ളൂ. ആ 2365 രൂപയുടെ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിൽ ലോകബാങ്കിൻ്റെ സഹായമായിട്ട് 1655 കോടി രൂപ കിട്ടും. ആ 1655 കോടി രൂപ കിട്ടുമ്പോൾ ഇത് കേന്ദ്ര സർക്കാർ അതിനകത്ത് നിന്ന് എന്ത് ചെയ്തു, ഒരു 139 കോടി രൂപ ഈ ലോകബാങ്കിൻ്റെ സഹായത്തിൽ വന്ന പണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ 139 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്ക് കിട്ടി. പക്ഷെ അത് എന്ത് ചെയ്തു, വകമാറ്റി ചെലവഴിച്ചതാണ്. എവിടെ പോയെന്ന് അറിയാൻ പാടില്ല. അത് കൃഷി വകുപ്പിന് കിട്ടിയിട്ടില്ല. അപ്പോൾ കൃഷി വകുപ്പിന് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അതിൽ കിട്ടണം എന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ളൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു എന്നാണ് അറിയുന്നത്. അതിനുശേഷം നേരെ മലയാള മനോരമയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരികയാണ്, ഇത്തരത്തിൽ വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വന്നപ്പോൾ ഈ വാർത്ത എവിടെ നിന്നാണ് ചോർന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി BA അശോകിനെ തന്നെ നിയോഗിച്ചു. ആ BA അശോക് IAS എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് കണ്ടെത്തി ഗംഭീരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ചവിട്ടി പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം സിസ്റ്റമാറ്റിക്കലി ഒഫീഷ്യലി തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. എന്ന് മാത്രമല്ല റിപ്പോർട്ടും ചോർന്നു. ഇപ്പോൾ ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? എന്താണ് ഇത് എങ്ങനെ ചോർന്നു എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ PNARDയിലൊക്കെ ഉദ്യോഗസ്ഥർ ഈ കൃഷി വകുപ്പിലെ മെയിലുകൾ അനധികൃതമായി ആക്സസ് ചെയ്താണ് ഈ ഡീറ്റെയിൽസ് എടുത്തേക്കുള്ളതും അതാണ് എന്ത് ചെയ്തിട്ടുള്ളതും പുറത്ത് കൊടുത്തിട്ടുള്ളതും. ജയതിലക് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് പ്രശാന്തൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം പകയുടെ ഈ പറഞ്ഞ പോലെ ഹെഡ് ഓഫീസാണ്, മനസ്സിലായി, പകയുടെ കൂമ്പാരമാണ്, പകയുടെ എവറസ്റ്റോട് വീഴാണ്. അപ്പോൾ അദ്ദേഹം ഏത് വിധേനയും പണിയാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം പ്രശാന്തുമായിട്ടുണ്ടായത് ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ ഒരു രേഖകൾ വേണമെന്ന് എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. അതായത് നേരത്തെ ഈ പറയുന്ന പ്രശാന്ത് ഇരുന്ന പോസ്റ്റിലേക്ക് ഗോപാലകൃഷ്ണൻ പറയുന്നു പഴയ രേഖകളൊന്നും ഫയലുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. ഭാഗ്യത്തിന് പ്രശാന്ത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധാകൃഷ്ണൻ മന്ത്രിയുടെ ഓഫീസിൽ തന്നെ ചെന്ന് എല്ലാ രേഖകളും കൃത്യമായി ഏൽപ്പിക്കുകയും അതിനെല്ലാം റെസിപ്റ്റ് മേടിക്കുകയും ചെയ്തു. ആ റെസിപ്റ്റ് മേടിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ഗോപാലകൃഷ്ണൻ എന്ത് ചെയ്യുന്നത്, പ്രശാന്തിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നത്. അപ്പോഴാണ് ജയതിലക് എന്ത് ചെയ്യാൻ പോകുന്നത്, നടപടി എടുക്കാൻ പോകുന്നത്. പിന്നെ പ്രശാന്ത് എന്ത് ചോദിച്ചാൽ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് ആ കാര്യമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, നടപടി എടുക്കാൻ കഴിഞ്ഞു. ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം പ്രശാന്തിനെ പോലെ അദ്ദേഹം കറപ്റ്റാണെന്നൊരു മനുഷ്യൻ പറയില്ല. ഡോക്ടർ BA അശോക് ഒരു കാരണവശാലും 1 രൂപ കൈക്കൂലി മേടിക്കുന്നുണ്ടെന്ന് ആരും പറയില്ല. മനസ്സിലായോ? ഇത്തരത്തിൽ നല്ല അന്തസ്സുറ്റ കഴിവുറ്റ ആളുകളെ എന്ത് ചെയ്തേക്കാണ്, മാറ്റിയെഴുതിയേക്കാണ്. ഇത് ആരുടെ, നിങ്ങൾ ഈ പറയുന്ന വാർത്ത കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊന്ന് ചിന്തിക്കണം. ഇപ്പം ഒരു പോലീസുകാരൻ അവൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണ് ശമ്പളം പോണേ. നിങ്ങളൊരു 10 പേരുടെ 3 പേരുടെയോ 5 പേരെയോ വെച്ചിട്ടോ 25 പേരെ വെച്ചിട്ടോ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ ഒരു സ്റ്റാഫുകൾ 25 പേര് 1 മണിക്കൂർ വർക്ക് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുമെന്ന് നഷ്ടം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ട് ഈ സ്റ്റേഡിയം പണിതുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൺട്രാക്ടറുടെ ഒപ്പം ഞാൻ കാറി വരികയാണ്. അപ്പോൾ മഴ പെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളി ഈ പറഞ്ഞ പോലെ നെഞ്ചത്തടിച്ച് കരയുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഷിബിലി 400 പണിക്കാരാണ് ഉള്ളത്. ഈ 400 പണിക്കാർ ഒരു 2 മണിക്കൂർ കയറി നിന്നുണ്ടെങ്കിൽ എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോണതെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ പൊതുജനത്തിന് അറിയാത്തൊരു കാര്യം, ഈ ഡോക്ടർ BA അശോക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര രൂപ ശമ്പളം കൊടുക്കുന്നുണ്ടാവും? നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ എത്ര രൂപ ശമ്പളം കൊടുക്കുന്നുണ്ടാവും? ഏറ്റവും കുറഞ്ഞ ഷിവിലൊരു അദ്ദേഹത്തിൻ്റെ എല്ലാ എക്സ്പെൻസുകളും വീട് താമസ സൗകര്യം ഇതെല്ലാം കൂടി ഏറ്റവും കുറഞ്ഞത് പെർ ഡേ 10,000 കൊടുക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞാൽ കുറഞ്ഞത് ആ പെർ ഡേ 10,000 എന്ന് പറഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപയെ ഈ 10,000 രൂപ ആരുടെ നിന്നാണ്? എൻ്റെയും നിങ്ങളുടെയും തീപ്പെട്ടിക്കും പെട്രോളിനും അഹിത സെസ്സും ബാക്കിയുള്ളതും എല്ലാം ഈടാക്കിയ കാശിൽ നിന്നെടുത്താണ് ശമ്പളം കൊടുക്കണേ. അപ്പോൾ ഡോക്ടർ BA അശോകിനെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് അദ്ദേഹം ജോലിയില്ലാതെ അവിടെ ഇരുന്നോട്ടെ. തദ്ദേശ പരിഷ്കരണ സ്വയംഭരണ പരിഷ്കരണ വകുപ്പ് ഒരു പണിയില്ലാതെ അവിടെ ചെന്നിരിക്കാം. KTDFC എന്ന് പറയുന്ന കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്മീഷൻ വകുപ്പിൽ ചെന്ന് അദ്ദേഹത്തിന് സുഖമായിട്ടിരിക്കാം. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ശമ്പളം കിട്ടും, ഒരു കുഴപ്പമില്ല. നഷ്ടം അശോകിനല്ല, ഇവിടുത്തെ ജനങ്ങൾക്കാണ്. ഈ P പ്രശാന്ത് അവിടെ കൂളായിട്ട് അവിടെ ഇരിക്കണേണ്, ഇവിടെ വീട്ടിലിരിക്കണേണ്. പകുതി ശമ്പളവും കൊടുക്കണം, വീടും എല്ലാ സൗകര്യങ്ങളും എന്ത് ചെയ്യണം, കൊടുക്കണം. അദ്ദേഹം സുഖമായിട്ട് വീട്ടിലിരുന്ന് എന്ത് ചെയ്യും, സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞ് ബുക്ക് എഴുതും, വേണമെങ്കിൽ സിനിമ കഥ എഴുതും, തിരക്കഥ എഴുതും. ഇത് ആർക്കാണ് നഷ്ടമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
അപ്പോൾ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ നമ്മുടെ ജനതയ്ക്ക് ഉണ്ടാവുന്നത് ജനങ്ങൾ മനസ്സിലാവുകയും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ കേരളം കുറച്ചുകൂടി മെച്ചപ്പെടുകയുള്ളൂ. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജേക്കബ് തോമസ് IASന്റെ കാര്യത്തിൽ പല ആളുകളുടെയും കാര്യത്തിൽ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇനി ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് അറിയണ്ടേ ഷിബിലി? ബി അശോകിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഓൾ ഇന്ത്യ റാങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ഓൾ ഇന്ത്യ റാങ്കിൽ അദ്ദേഹം ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് മറ്റേ 23ാമത്തെ റാങ്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി വെറ്ററിനറി സയൻസിലാണ് ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് മറ്റേ ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ട്യൂറിനിൽ നിന്നാണ്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് അത് രണ്ടും ഈ പറയുന്ന പോലെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഷിബിലി അറിയേണ്ടത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതാണ് പൊളിറ്റിക്കൽ സയൻസിലാണ് ഈ ട്യൂറിൻ ഇറ്റലി എന്നുള്ളതെങ്കിൽ അടുത്തത് ഫ്രഷ് വാട്ടർ ആൻഡ് കോസ്റ്റൽ സയൻസസ് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ UK എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ സേവനം ഇവിടെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ഗവൺമെൻറ് മടിക്കുകയും പകരം ഒരു ആത്മാർത്ഥയില്ലാത്ത സത്യസന്ധരല്ലാത്ത ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലഴയുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ഭരണകൂടമാണോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ഇതിവിടുത്തെ പ്രതിപക്ഷവും ചോദിക്കുന്നില്ല, കോൺഗ്രസും ചോദിക്കുന്നില്ല, BJPയും ചോദിക്കുന്നില്ല, ഒരു പാർട്ടിയും ചോദിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? എന്താണെന്നറിയോ കാര്യം? എന്താണ്? ഇവർക്കെല്ലാം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ വേണ്ട. മാനം മര്യാദയായിട്ട് ജോലി ചെയ്ത് അന്തസ്സായിട്ട് അവൻ്റെ ജോലിയോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒന്നും എന്ത് ചെയ്യണ്ട, ഇവർക്ക് വേണ്ട. എന്നാലോചിച്ച് നോക്ക്. കേരളം ഈ പോക്ക് പോയാൽ അനുഭവിക്കാതിരിക്കണില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ബി അശോക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ അയാളുടെ ഓഫീസിലേക്ക് നിങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്ത്, പോലീസ് തടഞ്ഞോളും. അയാളുടെ വീട്ടിലേക്ക് എന്തിനാണ് പ്രതിഷേധ പ്രകടനം നടത്തുക? അത് കാർഷിക സർവകലാശാല ഫീസ് കൂട്ടിയെന്ന് പറഞ്ഞ് കാർഷിക മന്ത്രിക്കെതിരെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വേണ്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമരം ചെയ്യും. എന്ത് തോന്നിവാസവും ആകാമെന്ന് പറയുന്നൊരു ലെവലിലേക്ക് എത്തിയല്ലോ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെതിരെയൊന്നും നമ്മുടെ ജനങ്ങൾ പ്രതികരിക്കില്ല. നമ്മൾ ജനാധിപത്യം വളരെ സുന്ദരമായി വളർന്ന ജനങ്ങൾക്ക് വലിയ അവബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ജനാധിപത്യം ഏറ്റവും സുന്ദരമാവുള്ളൂ. ആ സുന്ദരമായെങ്കിൽ ഇതുപോലെ ഓരോ ഉദ്യോഗസ്ഥനെയും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാത്ത, കൃത്യമായി അവർക്ക് വേണ്ട ജോലി കൊടുക്കാത്ത ഭരണാധികാരികളെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകണം. അങ്ങനെയാണ് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സുകളിൽ ഏറ്റവും മുകളിലുള്ള രാജ്യങ്ങളും ജനാധിപത്യപരമായി വലിയ ഉയർന്ന ബോധമുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ കഴിവും എടുക്കുള്ളവരെന്ത് ചെയ്യും? ഇവരൊക്കെ സത്യത്തിൽ ഇപ്പോൾ ബി അശോകിനെ പോലെയുള്ളവർ, പ്രശാന്തനെ പോലെയുള്ളവർ യഥാർത്ഥത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് നിൽക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. മനസ്സിലായോ? അവർക്ക് ഇതിനേക്കാൾ 3 ഇരട്ടിയോ 5 ഇരട്ടിയോ ശമ്പളം കിട്ടും. ഇപ്പോൾ ടൂറിന് ഇറ്റലിയിലോ അല്ലെങ്കിൽ UK ലണ്ടനിലോ ഒക്കെ തന്നെ പിടിച്ചു നിന്നാൽ ബി അശോകിന് എത്ര വലിയ നേട്ടങ്ങൾ കിട്ടിയാൽ. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം PhD ചെയ്തിട്ടുണ്ട് മറ്റേ മീഡിയ സ്റ്റഡീസിലോ മീഡിയ ഇൻഫർമേഷൻസിലോ അമൃത യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ പറഞ്ഞത് ഇത്തരം ആളുകളെയൊക്കെ ഗവൺമെൻറ് ഇട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും ഈ ഗവൺമെൻറ് മാത്രമാണോ? നല്ല കേട്ടാ, മിക്ക ഗവൺമെൻറ്റുകൾക്ക് ഇത്തരക്കാരെ എന്തല്ല ഇഷ്ടമല്ല. അതുകൊണ്ട് ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നൊരു കാലം വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ ഉരുവിൽ കയറിയിട്ടോ അല്ലെങ്കിൽ വഞ്ചിയിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോട്ടിലോ ഫ്ലൈറ്റിലോ കയറിയിട്ട് വിദേശത്ത് എവിടെയെങ്കിലും പോയി അവിടെ 2ാം കിട പൗരന്മാരായിട്ട് പോലും മനസ്സമാരത്തോടെ ജീവിക്കേണ്ടി വരും. ഡോക്ടർ ബി അശോക് IASന്റെ സ്ഥലം മാറ്റി ഇപ്പോൾ ട്രിബ്യൂണലിൽ കേസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? അതാണ് ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ 2 സ്ഥലം മാറ്റങ്ങളും ഇതുപോലെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ത് ചെയ്തു? സ്റ്റേ ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷിബിലി അറിയേണ്ടത്, നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിന് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് ഇന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വന്നിരുന്നു. അതായത് ഏറ്റവും ലാസ്റ്റത്തെ സ്ഥലമാറ്റത്തിൻ്റെ കേസ്, ഈ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് മറ്റേ അതിലേക്കുള്ള KDFCയിലേക്കുള്ള ഈ പറയുന്ന പോലെ ട്രാൻസ്ഫറിൻ്റെ കേസ് എന്നാണ് വന്നത്. ആ കേസ് വന്നപ്പോഴാണ് ഇപ്പോൾ ഇതും കൂടി പരിഗണിക്കുകയും അതായത് P&ARDയിലേക്കുള്ള ഏറ്റവും അവസാനം ഇന്നലെ രാത്രി നടത്തിയിട്ടുള്ള ട്രാൻസ്ഫർ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് 23-ാം തീയതി വരെയാണ്. ഇനി 23-ാം തീയതിക്കുള്ള ഇൻറ്റീരിയം ഓർഡറാണ് വന്നേക്കുന്നത്. ഫൈനൽ ഓർഡർ എപ്പോൾ വരുമെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ 3 തവണയും ഗവൺമെൻറ് തലക്കടിയേറ്റിട്ടും ഗവൺമെൻറ് ഒരാളെ എങ്ങനെ പണിയെടുപ്പിക്കാതിരിക്കാം എന്നുള്ള ചിന്തയിലാണ്.